പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 22-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മഹിമയുടെ 2-ാം ദിവ്യരഹസ്യത്തെയാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുന്നത്. ഈശോ തന്റെ പീഡാസഹനങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഈശോ 40 ദിവസത്തോളം പലപ്പോഴും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവിടുന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ ഓരോരുത്തരെയും നയിക്കുകയും അടയാളങ്ങളിലൂടെ അവിടുന്ന് ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈശോയുടെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ടിരുന്നു. ആ ശിഷ്യന്മാരെ കർത്താവ് ബലപ്പെടുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പിതാവിന്റെ പക്കലേക്ക് പോയത്. അവിടുന്ന് ആരംഭിച്ച ദൗത്യം ശിഷ്യന്മാര് തുടരണം. പന്തക്കുസ്ത തിരുനാളിന് മുൻപ് ശിഷ്യന്മാര് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ആഴമായി ധ്യാനിക്കാനും പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും, അതുപോലെ തന്നെ വലിയ ആഴമായ ബോധ്യം, അതായത് നമ്മളെല്ലാവരും സ്വർഗത്തിന് അനുയോജ്യനായ ജീവിതം നയിക്കണമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 20-ാം തിരുവചനം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നമ്മളെല്ലാവരും സ്വർഗത്തിന്റെ മക്കളാണ്. പ്രിയ മക്കളെ, നിങ്ങളുടെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിന് ചേർന്ന ഒരു ജീവിതം നമ്മൾ നയിക്കണം. ഈ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? ഞാൻ ഈ ലോകത്തിൽ വലിയ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ആ വലിയ സത്യം, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു ഉയർപ്പെല്ലാം നമുക്കുണ്ട് എന്നും ആ ഉയർപ്പിനും അപ്പുറത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് പിതാവിന്റെ പക്കലേക്ക് പോകേണ്ടവരാണ് എന്നും, അങ്ങനെ സ്വർഗത്തിന് ഒരുക്കമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതമെന്നും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണമെന്നും പരിശുദ്ധ അമ്മ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നു. ആ ഈശോയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആകർഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഓരോ കൊച്ചു പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് നിയോഗമുണ്ടായിരിക്കണം. ദൈവം നമുക്കൊരു പ്രതിഫലം തരും. ഇതിനപ്പുറത്ത്, ഈ സഹനങ്ങൾക്കപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു പ്രവൃത്തി, നന്മ പ്രവർത്തിക്കും സഹനങ്ങളുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമുക്കൊരു ഉയർപ്പുണ്ട് എന്നും അവിടെ ആ ഉയർപ്പിന് ശേഷം നിത്യതയിൽ ദൈവത്തോടൊപ്പം നമ്മൾ ആയിരിക്കേണ്ടതാണ് എന്നും അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയമായ പൗരത്വത്തെ കുറിച്ച് നമുക്ക് ഈ ദിവസം ധ്യാനിക്കാം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹന മരണങ്ങൾക്കും അപ്പുറത്ത് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യം, ഈശോയോടൊപ്പം വിശുദ്ധരോടൊപ്പം പരിശുദ്ധ അമ്മയോടും യൗസേപ്പ് പിതാവിനോടും ഒപ്പം നമ്മൾ സ്വർഗത്തിൽ ദൈവപിതാവിനെ, പരിശുദ്ധ ത്രിത്വത്തെ നിത്യമായിട്ട് ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരും. അതിനുള്ള ഒരുക്കമായിട്ടുള്ള ജീവിതം. പ്രിയമുള്ളവർ, ഈ ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉറപ്പിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ ഈ അമ്മയോടൊപ്പം ഒരുമിച്ച് പരിശുദ്ധ ത്രിത്വത്തെ പാടി സ്തുതിക്കാൻ, ആരാധിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. ആ സ്വർഗത്തിന്റെ പൗരത്വത്തിന് ചേർന്ന സംസാരം, അതിന് ചേർന്ന ചിന്തകളും സംസാരവും പ്രവൃത്തിയും ഒക്കെ നമ്മിൽ നിന്നുണ്ടാകണം.
നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ കണ്ണുകളെ സ്വർഗത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടവരട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.